നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബൺ നിറച്ചത് തയ്യാറാക്കിയാലോ. ട്രൈ ചെയ്ത് നോക്കൂ. വീഡിയോ ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. 4 ബൺ എടുത്തിട്ടുണ്ട്. ഒരു വലിയ സവാള, 4 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ പീസ് ഇഞ്ചി ചതച്ചത്, കുറച്ച് കറിവേപ്പില, പച്ചമുളക് വേണമെങ്കിലും എടുക്കാം. 2 മുട്ട പുഴുങ്ങി ഇതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഒരു പാനിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് സവാളയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് പൊടികളുടെ പച്ചമണം മാറുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഒരു ബൺ എടുക്കുക. 4 സൈഡ് ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒന്ന് മുറിച്ചെടുക്കാം. ഇതങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇനി ചെറിയൊരു ഗ്യാപ്പ് ഇട്ട് കൊടുക്കുക മസാല വയ്ക്കുന്നതിന് വേണ്ടിയിട്ട്. ഇനി ഒരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദയും കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി ബണ്ണിലേക്ക് 1 സ്പൂൺ നിറച്ച് മസാലയും മുട്ടയും കുറച്ച് മസാലയും കൂടെ വെച്ചതിന് ശേഷം കട്ട് ചെയ്തെടുത്തിട്ടുള്ള ബണ്ണിൻ്റെ പീസും കൂടെ വയ്ക്കുക. ഇതിലേക്ക് കുറച്ച് മൈദമാവും ചേർത്ത് ഇതുപോലെ ഒട്ടിച്ചെടുക്കുക. ഇനി ഒരു ബൗളിലേക്ക് ഒരു മുട്ട, കുറച്ച് പാല്, കുറച്ച് ഉപ്പ്, കുരുമുളക് പൊടിയും കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഓരോ ബണ്ണും ഇതിൽ ഇട്ടൊന്ന് കോട്ട് ചെയ്ത് മീഡിയം ഫ്ലെയിമിൽ ഒരു തവയിലേക്ക് കുറച്ച് ഓയിൽ തേച്ച് ചൂടാക്കി എടുക്കുമ്പോൾ ബൺ നിറച്ചത് റെഡി.